അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമസ്കാരം അതിൻ്റെ ശരിയായ രീതിയിൽ എങ്ങനെ നമസ്കരിക്കാം എന്നതിനെക്കുറിച്ചാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. സ്വർഗത്തിൻ്റെ താക്കോൽ നമസ്കാരമാകുന്നു. എൻ്റെ കണ്ണിൻ്റെ കുളിർമ നമസ്കാരത്തിലാണ്. നമസ്കാരം ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. കൃത്യമായി നമസ്കരിച്ചാൽ പാപങ്ങൾ പുറത്തു തരാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ സമാധാനപൂർണമായ ജീവിതവും വിഭവങ്ങളിൽ ഐശ്വര്യവും അവൻ നൽകുന്നതാണ്. അതിനാൽ നമസ്കാരം പഠിച്ച് ശരിയായ രീതിയിൽ ശ്രദ്ധയോടെ നിർവഹിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഇന്ന് ഹനഫി നമസ്കാരത്തിൻ്റെ ശരിയായ രൂപമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഷാഫി മദ്ഹബിൻ്റെ നമസ്കാര രൂപം പറഞ്ഞു തരാം. അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളും പറയുന്നുണ്ട്. നമസ്കരിക്കുന്നതിന് വേണ്ടി വുളൂ ചെയ്ത് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. നമസ്കാരത്തിന് വേണ്ടി മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഉദാഹരണത്തിന് സുബഹി അല്ലെങ്കിൽ ളുഹർ ഞാൻ നമസ്കരിക്കുന്നു. ഇത് നാവുകൊണ്ട് പറയുന്നത് നല്ലതാണ്. നിയ്യത്ത് ചെയ്തതിന് ശേഷം രണ്ട് കൈകളും ചെവി വരെ ഉയർത്തി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും പുരുഷന്മാരാണെങ്കിൽ പുക്കിളിന് താഴെയാണ് കെട്ടുന്നത്. സ്ത്രീകൾ നെഞ്ചിന് മുകളിൽ കൈകെട്ടുക. വലത് മുൻകൈയിനെ ഇടത് മുൻകൈയിൻ്റെ പുറം ഭാഗത്തിന്മേൽ വിരിച്ചു വെക്കുക. കൈകെട്ടിയതിന് ശേഷം സനാ ഓതുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പിന്നീട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ആമീൻ പതുക്കെ പറയുക. അതിനുശേഷം സൂറത്ത് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂഇലേക്ക് പോകുക. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന തസ്ബീഹ് കുറഞ്ഞത് 3 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. നൃത്തത്തിൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുമ്പോൾ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. സ്ത്രീകൾക്ക് ഇമാമിനോട് പിന്തുടർന്നല്ലല്ലോ നമസ്കരിക്കുന്നത്. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല എന്ന തസ്ബീഹ് കുറഞ്ഞത് 3 പ്രാവശ്യം പറയുക. ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കുക. തുടർന്ന് അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. അതിൽ കുറഞ്ഞത് 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അതിലും ആദ്യം റക്അത്തിൽ ചെയ്തതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതുക. തുടർന്ന് വീണ്ടും ഒരു സൂറത്ത് ഓതുക. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തുടർന്ന് ആദ്യ റക്അത്ത് പോലെ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്ത് രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കി അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക. അത്തഹിയാത്ത് ഞാനൊന്ന് ഓതാം. അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു
വമാ അസ്റർതു വമാ അഅലന്തു വമാ അസ്റർതു വമാ അന്ത അഅലമു ബിഹി മിന്നി ഇന്നക അന്തൽ മുഖദ്ദിമു വ അന്തൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അന്ത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത്രയും ചൊല്ലിയതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വലതുവശത്തേക്കും പിന്നെ ഇടതുവശത്തേക്കും സലാം വീട്ടുക. ഇപ്പോൾ 2 റക്അത്തുള്ള നമസ്കാരം പൂർത്തിയായി. ഇനി 3-4 റക്അത്തുകളുടെ നമസ്കാരമാണെങ്കിൽ അത്തഹിയാത്തിന് ശേഷം ഉടൻ തന്നെ 3-ാമത്തെ റക്അത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും, ഫർള് നമസ്കാരമല്ലെങ്കിൽ പറയപ്പെട്ട രീതി അനുസരിച്ച് ബാക്കി റക്അത്തുകൾ പൂർത്തിയാക്കി അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക. ഫർള് നമസ്കാരത്തിൻ്റെ 3-4 റക്അത്തുകളിൽ ഫാത്തിഹ മാത്രം ഓതുക. സൂറത്തുകൾ ഓതേണ്ട ആവശ്യമില്ല. അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ എന്നിവ പറഞ്ഞതിന് ശേഷം സലാം വീട്ടുക. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വ്യത്യാസങ്ങൾ ഞാൻ പറയാം. സ്ത്രീകൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് നെഞ്ചിനെ മൂടിയിരിക്കുന്ന തുണിയിൽ നിന്നും കൈകൾ പുറത്തെടുക്കാതെ വേണം തോളുകൾ വരെ കൈ ഉയർത്താൻ. നെഞ്ചിന് മുകളിൽ കൈ കെട്ടുക. സ്ത്രീകൾ വലത് മുൻകൈയിനെ ഇടത് മുൻകൈയിൻ്റെ പുറം ഭാഗത്തിന്മേൽ വിരിച്ചു വെക്കുകയും ചെയ്യുക. റുക്കൂഇന് ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ മുട്ടുകളിൽ എത്തുന്ന അളവിൽ മാത്രം കുനിയുക. മുതുക് തീർത്തും അതിന് സമമാകരുത്. കൈകൾ കാൽമുട്ടുകളിൽ വെക്കുക, എന്നാൽ കാൽമുട്ടുകളിൽ പിടിക്കരുത്. കഴിയുന്നത്ര ഒതുങ്ങി റുക്കൂഅ് ചെയ്യുക. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സുജൂദിൽ 2 കാലുകളെയും നാട്ടി നിർത്താതെ വലതുഭാഗത്ത് വെക്കുക. നന്നായി ഒതുങ്ങിയമർന്ന് സുജൂദ് ചെയ്യുക. വയറിനെ തുടയോടും കൈമുട്ടിനെ പാർശ്വങ്ങളോടും ചേർത്ത് വെക്കുക. മുഴങ്കൈ തറയിൽ വിരിച്ചു വെക്കുക. ഇരുത്തത്തിൽ 2 പാദങ്ങളെയും വലതുഭാഗത്തേക്കിടുകയും വിരലുകൾ നന്നായി ചേർത്ത് തുടകൾക്ക് മുകളിൽ വെക്കുകയും ചെയ്യുക. തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ തല കുനിക്കാതെ നേരെ തന്നെ നിർത്തുക. തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ 2 കൈകളെയും ചെവികൾ വരെ ഉയർത്തുക. കൈകൾ ചെവിയിൽ സ്പർശിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുൻകൈകളെ ഖിബലയ്ക്ക് നേരെ വെക്കുക. വിരലുകളെ അധികം തുറക്കാതെയും അടക്കാതെയും മധ്യനിലയിൽ തന്നെ വെക്കുക. നൃത്തത്തിൽ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്ത് ആക്കുക. കുനിയാതിരിക്കുക. കുനിയാതെ വേണം നിൽക്കാൻ. റുക്കൂഇൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റുക്കൂഇൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം സമാധാനത്തോടെ പൂർണ്ണമായിട്ടും നേരെ നിൽക്കുക. റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം നേരെ നിൽക്കുന്നതിന് ഇഅ്തിദാൽ എന്നാണ് പറയുന്നത്. ഇഅ്തിദാൽ നിർബന്ധമാണ്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നേരെ കുറച്ച് സമയം നിൽക്കുക. അതിനുശേഷമേ നമ്മൾ സുജൂദിലേക്ക് പോകാവൂ. തക്ബീർ പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക. സുജൂദിലേക്ക് പോകുമ്പോൾ നെഞ്ചും തലയും കുനിയാതെ നേരെ വെക്കുക. ആദ്യം 2 കാൽമുട്ടുകളും പിന്നെ മുൻകൈകളും പിന്നെ മൂക്കും പിന്നെ നെറ്റിയും തറയിൽ വെക്കുക. 2 കൈകൾക്കിടയിൽ വേണം സുജൂദ് ചെയ്യാൻ. സുജൂദിൽ മൂക്കും നെറ്റിയും നിലത്ത് തന്നെ വെക്കുക. സലാം വീട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാം വീട്ടുമ്പോൾ പുറകിലുള്ളവർക്ക് കവിൾ കാണാനാകുന്നത്ര മുഖം തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം നമസ്കരിക്കുവാൻ. കൂടുതൽ നല്ല അറിവുകൾ കരസ്ഥമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.